ഒരാളെ 100 തോന്നിപ്പോയി. ബദർ യുദ്ധത്തിൽ അബൂജഹലിനോട് വന്ന് പറയുന്നു, നിങ്ങൾ ഇറങ്ങണ്ട. ഇസ്ലാമിന്റെ ശത്രുക്കളോട് പറയുന്നു, ആയിരക്കണക്കാറ് ജനങ്ങളാണവര്. എന്നാൽ ഇവിടുന്ന് മുനാഫിഖീങ്ങൾ അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ബഗ്ശവും വസാദഹും ഈമാനാ. പട്ടിണിപ്പാവങ്ങളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സാധുക്കളായ സഹാബത്തോട് മുനാഫിഖീങ്ങൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തേക്ക് പോകണ്ട, അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ശത്രുക്കളാ. നിങ്ങൾ അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞതെന്താ? വഖാലൂ ഹസ്ബുനല്ലാഹ്. ഈ ആയുധം അവരെ മുറുകെ പിടിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് പറയുകയാണ്, കൃത്യമായ നിസ്കാരം ഈ റമദാനിൽ തുടങ്ങിയല്ലോ, അൽഹംദുലില്ലാഹ്. ഈ നിസ്കാരം അങ്ങനെ നിലനിൽക്കട്ടെ, ഒരൽപ്പം പോലും നഷ്ടപ്പെടാതെ, നിസ്കാരത്തിന്റെ വീര്യം ചോർന്നു പോകാതെ ആ നിസ്കാരം റമദാൻ കഴിഞ്ഞാലും അങ്ങനെ വരട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ റമദാൻ മാസം കഴിയുമ്പോ പള്ളിയിൽ കഞ്ഞി വിളമ്പുന്ന സ്ഥലത്ത് വന്ന് അസ്സലാമു അലൈക്കയാ കഞ്ഞി, അസ്സലാമു അലൈക്കയാ ഈത്തപ്പഴത്തിന്റെ ഗുരു എന്ന് പറഞ്ഞു പോകാതെ ആ പള്ളിയിൽ തന്നെ നിരന്തരം വീണ്ടും വീണ്ടും വരാനുള്ള ഒരവസ്ഥയുണ്ടാവണം. അങ്ങനെ ആ ഈമാനിന്റെ ചൈതന്യം റമദാനിലും ബദർ ദിനത്തിലും 27-ാം രാവിലും കിട്ടിയതിനെ കളഞ്ഞു കുളിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടു നടക്കണം. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅതൈനി ഇൽതഖത്താ. ഏറ്റുമുട്ടിയ 2 സൈന്യങ്ങൾ നിങ്ങൾക്ക് പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ പാഠമാ ബദരീങ്ങളുടെ ആയുധം തന്നെ തിരിച്ചറിയലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാമത്തെ ആയുധം ബദർ ചരിത്രം പഠിക്കുമ്പോ തന്നെ അറിയാം, ഈമാനാണ്. ഈമാനില്ലെങ്കിൽ 1 കോടി പ്രാവശ്യം നമ്മൾ ഖത്തമോദി തീർന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. രണ്ടാമത്തെ ആയുധം മോശത്തരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റമദാൻ മാസത്തിൽ 1 തുള്ളി പോലും കൈകൊണ്ട് കള്ളു തൊടാതെ ജീവിച്ചിരുന്നിട്ട് അവസാനം പെരുന്നാളങ്ങോട്ട് വരുമ്പോ പെരുന്നാളിന്റെ രാത്രിയിൽ ചാവക്കാട് ബീച്ച് കടപ്പുറത്ത് പോയിട്ട് ഇളം തന്നെ അടിച്ചു വീശുമ്പോ കൂട്ടുകാരൻ കൊണ്ടെടുത്തുകൊണ്ട് വന്ന കുപ്പിയുടെ അടപ്പങ്കോട്ട് ഇളക്കിയിട്ട് വട്ടം കൂടി ഇരുന്നുകൊണ്ട് പിശാച് സേവ നടത്തുന്ന അവസ്ഥയുണ്ടല്ലോ. ഇത് സങ്കടത്തോടുകൂടി പറയുന്നതെന്തിനെന്നറിയുമോ? ഷാദ് വാക്കവി ഏറ്റവും അധികം ആവേശത്തോടെ പ്രസംഗിച്ചതൊക്കെ ചാവക്കാടാ. ചെറുപ്പക്കാരാ, എന്റെ ആരോഗ്യവും എന്റെ ശബ്ദവും ഞാൻ ഏറ്റവും അധികം കളഞ്ഞത് എന്റെ ചാവക്കാട് പ്രദേശത്തുള്ള സഹോദരങ്ങൾക്കാ, സഹോദരിമാർക്കാ. കഴിഞ്ഞ ഡിസംബർ 31 രാത്രി ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി, പെങ്ങളെ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ ചാവക്കാട് കടപ്പുറത്ത് ഗാനമേളക്കാരിയായ സൈനോരയുടെയും റിമി ടോമിയുടെയും പോലെയുള്ള മാറുകുറിക്ക് പണ്ട കാണിച്ച് ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ട് ഡിസംബർ 31 രാത്രി കടപ്പുറത്ത് നൃത്തം ചെയ്ത് കൈകൊട്ടിച്ചിരിച്ച പെൺകുട്ടികളുടെ ഫോട്ടോ പത്രത്തിലൂടെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഒരു പ്രഭാഷണത്തിന് ചെന്നപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ചാവക്കാട് ആര് പ്രസംഗത്തിലൂടെ ഉസ്താദെല്ലാം പറഞ്ഞതാ, നമ്മുടെ ടിവിയിലൂടെ ഡിസംബർ 31 അവിടെ നടന്ന തത്സമയ സംപ്രേഷണമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ പെങ്ങളെ, എന്റെ കൽബ് പൊടിഞ്ഞുപോയി. മോളെ, പർദ്ദയിട്ട പെൺകുട്ടികളാണ് അവിടെ വന്നിരുന്നത്, തലമറച്ച പെൺകുട്ടികളാണ് അവിടെ വന്നിരുന്നത്. മക്കളെയും കൊണ്ട് ഡിസംബർ 31 പാതിരാത്രി കടപ്പുറത്ത് ആകാശത്തെ ഉയർത്തിവിട്ട ബലൂണങ്ങോട്ട് പൊട്ടിയിട്ട് കടലാസുകൾ നിന്റെ തലയിലേക്ക് വന്ന് പതിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിനക്ക് 1 വർഷം കൂടി ജീവിക്കാനുള്ള ആയുസ് തന്നതിന് പകരം പിശാചിന്റെ സേവ നടത്തുന്ന അവസ്ഥ. എങ്ങനെയാണ് പർദ്ദക്കാരിയായ പെണ്ണിന് കടന്നു വന്നത്? എങ്ങനെയാണ് തലയിൽ തട്ടമിട്ട പെണ്ണിന് കടന്നു വന്നത്? ആ പെണ്ണെ,
നീ എത്ര യാസീൻ ഓതിയാലും അല്ലാഹ്ക്ക് വേണ്ട മോളെ. ബദർ യുദ്ധത്തിന് വേണ്ടി ബദരീങ്ങൾ പുറത്തിറങ്ങിയപ്പോ വീട്ടിന്റെ അകത്തിരുന്ന പ്രിയപ്പെട്ട പെണ്ണുങ്ങളില്ലേ, അവര് പൊട്ടിക്കരഞ്ഞത് ഈമാനോടുകൂടിയാണ്, അവര് പ്രാർത്ഥിച്ചത് ഈമാനെന്ന ആയുധത്തോടുകൂടിയാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പ്രവാചകന്റെ അരികിലേക്ക് വന്നില്ലേ? ബദർ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയ ഹാരിസ്, ആ ഹാരിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നില്ലേ? എന്നിട്ട് പറഞ്ഞു, നബിയേ, ആകെയുള്ള ഒരു മകനാണ് തങ്ങളെ, എനിക്കെന്റെ പ്രിയപ്പെട്ട തങ്കക്കുടത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാ, അവന് ഷഹീദായി, അവന് സ്വർഗമുണ്ടോ നബിയേ എന്നെനിക്കറിയുന്നത് വരെ സമാധാനമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകർ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇതുപോലെ വെള്ളം കൊടുക്കുന്ന സംഘാടകരെ പോലെ, മദീനയിലെ പ്രിയപ്പെട്ട സംഘാടകരെ പോലെ അസ്ഹാബുൽ ബദറിന്റെ ഖിദ്മത്ത് ചെയ്ത ഹാരിസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ കണ്ണുനീര് തുടച്ചുകൊണ്ടാ ഉമ്മ പറഞ്ഞതെന്താ? അതാണ് അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ മകൻ അങ്ങനെ മരിച്ചതിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞ് മടങ്ങിപ്പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആരെ പറ്റിക്കാനാണ് പർദ്ദയിട്ടുകൊണ്ട് വ്യഭിചരിക്കുന്നത്? ആരെ പറ്റിക്കാനാണ് തലമറച്ചുകൊണ്ട് സിനിമ കാണുന്നത്? ആരെ പറ്റിക്കാനാണ് റമദാൻ മാസത്തിൽ പോലും കുങ്കുമപ്പൂ കാണുന്നത്? വേണ്ട പെങ്ങളെ, വേണ്ട. കരുത്തു തെയ്യുമാനുള്ള പെണ്ണിന് അതിന് അനുവാദം ഒരിക്കലും കിട്ടുകയില്ല. നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു തആല അൻഹാ ഖബർ കുഴിച്ചിട്ട് ഖബറിന്റെ അകത്തിറങ്ങിയിരുന്നുകൊണ്ട് 6000 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്ത മഹദിയ, അവരുടെ ഖൽബിൽ അല്ലാഹു ഈമാൻ ഉറപ്പിച്ചു കൊടുത്തില്ലേ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഊരിപ്പിടിച്ച പൊട്ടിയ വാള് കയ്യിൽ വെച്ചുകൊണ്ട് ബദരീങ്ങൾ വിജയിച്ചത് ആ വാളിന്റെ ബലം കൊണ്ടല്ല, പിന്നെയോ ആകാശലോകത്തിരുന്ന മലക്കുകൾ ഇറങ്ങിയത് എന്തിന്റെ പേരിലാ? ഒരാളെ 100 പേരുടെ അംഗബലമുള്ളതായി കണ്ടുപോയത് എന്ത് കാരണം കൊണ്ടാ? അല്ലാഹു അവർക്ക് കൊടുത്ത ഈമാനിന്റെ പവർ കൊണ്ടാ. പണിയണം ചെറുപ്പക്കാരാ, ഒരുക്കിയെടുക്കണം ചെറുപ്പക്കാരാ. ഒരു ഋതിക്രോശനും കൊണ്ടുപോകാൻ പറ്റാത്ത, ഒരു സാനിയാ മിർസയ്ക്കും കൊണ്ടുപോകാൻ പറ്റാത്ത, ഒരു ഐശ്വര്യ റായിക്കും കൊണ്ടുപോകാൻ പറ്റാത്ത, ഒരു സച്ചിൻ ടെണ്ടുൽക്കർക്കും കൊണ്ടുപോകാൻ പറ്റാത്ത, ഒരു കമലഹാസനും കൊണ്ടുപോകാൻ പറ്റാത്ത, ആര് പിടിതാരും ഇളകി വരാത്ത ഈമാൻ നിന്റെ ഖൽബിന്റെ അകത്തുറപ്പിക്കണം മോനെ. ആരെ പോലെയെന്ന് പറഞ്ഞാൽ മണവറയ്ക്കകത്ത് ആദ്യരാത്രിയില് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി വിളിക്കുമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട പെണ്ണേജാ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോര റളിയല്ലാഹുവിന്റെ ഈമാൻ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് വേണമടാ സിനിമാ തിയേറ്ററിന്റെ മുമ്പിൽ പോയി കൈയടിക്കുന്ന വൃത്തികേട് ഈ റമദാനോടുകൂടി അവസാനിപ്പിക്കണം മോനെ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ദുൽഖർ സൽമാന്റെയും ഫോട്ടോ ഒട്ടിച്ചു വെച്ചുകൊണ്ട് അതിന്റെ ഫാൻസ് സോസി ഉണ്ടാക്കിയിട്ട് വാപ്പാടെ പേരെഴുതി വെച്ചിട്ട് തക്ബീർ വിളിക്കുന്ന നട്ടലില്ലാത്ത ആൺകുട്ടികളായി ഈ മജ്‌ലിസിൽ മദീനയുടെ തീമുറ്റത്ത് വന്നിരിക്കുന്ന മക്കൾ അത് പൊളിക്കല്ലേ. സിനിമാ നടന്മാർക്ക് വേണ്ടി കളയാൻ നമുക്ക് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ. കലാകായിക താരങ്ങൾക്ക് സമർപ്പിക്കാൻ നമുക്ക് ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ. നമുക്ക് കൊടുക്കാനുള്ള ആരോഗ്യം നമ്മുടെ ഹബീബിനുള്ളതാ, മദീനയുടെ മണവാളനുള്ളതാ, രാജാതിരാജനായ പടച്ച റബ്ബിനുള്ളതാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തൂക്കുമരത്തിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹു കൊടുത്ത ഈമാനുണ്ടല്ലോ, ആ ഈമാന്റെ പ്രവാചകന്റെ ചെറുപ്പക്കാരന്റെ ഖൽബ് തുളച്ചിട്ടകത്തേക്ക് കടന്നു വരാനുള്ളത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ
തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയിട്ട് പുതുമണവാളന്റെ വസ്ത്രം വാങ്ങാനുള്ള കാശുകൊണ്ട് മുഖം മൂടി വാങ്ങിച്ച സഅദില്ലേ, വാളും പരിചയും വാങ്ങിച്ച സഅദില്ലേ, യുദ്ധത്തിന്റെ രണാകടത്തിൽ പോയിട്ട് ശരീരത്തിൽ എത്രയോ മുറിവുകളേറ്റുകൊണ്ട് പിടഞ്ഞു വീണുപോയ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ നമുക്ക് വേണ്ടേ ചെറുപ്പക്കാരാ? എന്തിനാടാ ഓരോ സിനിമ നടന്മാരുടെ മസിൽ കാണുമ്പോൾ നിന്റെ മനസ്സങ്ങ് മയങ്ങിപ്പോകുന്നത്? നിന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ബദർ മൗലൂദ് എടുത്തെന്ന് ഓതുക, ആ ബദർ ബദരിയത്തെന്ന് ഓതുക, ഹാരിസിൻ എന്ന് പറയുന്ന ഉബൈദത്തിനെന്ന് പറയുന്ന എന്ന് പറയുന്ന മനോഹരമായ ബദരീങ്ങളുടെ പേര് പറയുമ്പോ ഓരോ ബദരീങ്ങളുടെയും ചരിത്രം നീ പഠിക്ക് പൊന്നുപോലെ. അവരുടെ ഓരോ രോമത്തിനോട് 1000കണക്കിന് ബദരീങ്ങൾ അല്ലാഹുവിന്റെ ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് പിറന്ന് വീഴട്ടെ ഈ മജ്‌ലിസിൽ മദീനയിലോട്. എന്തിനാണ് സിനിമാ ലോകത്തിന് വേണ്ടി മരിക്കുന്നത് മോനെ? വേണ്ട വേണ്ട. സഅദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഈമാനിന്റെ അംശം കടന്നെടുക്കാം, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഈമാനിന്റെ ഭാഗം കടന്നെടുക്കാം. എന്റെ പ്രിയമുള്ളവർ മനസ്സ് വെച്ചോ, അതിന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആ ഈമാൻ കിട്ടിയവരുടെ അടയാളം എങ്ങനെയാ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം കിടുകിടാ വിറയ്ക്കും. അങ്ങനെ വിറച്ച മഹാന്റെ മയ്യത്താണ്, ശരീരമാണ് ഇന്ന് ഈ ഖബറിന്റെ അകത്ത് മറമാടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അകത്ത് ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഈ തങ്ങളോട് എന്നെ ഇവിടെ പരിപാടിക്ക് വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അലി സഖാഫ് തങ്ങളോട് ഞാൻ പറഞ്ഞതെന്തെന്നറിയോ? 3 മാസക്കാലത്തോളം ഒരുപാട് ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഈ സാധുവായ സഹോദരൻ വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഈ സമുദായത്തിന്റെ മുന്നിൽ നൗഷാദ് ബാഖവി ആകെ ചെയ്തു പോയ തെറ്റ് ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് ആയിട്ടില്ല എന്നതാണ്. ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കത് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് ചവിട്ടിത്തേക്കാനൊരു ബാഖവി സമുദായത്തിന് അല്ലാഹു ഇട്ടുകൊടുത്തിരിക്കുന്നു. എന്തിനേറെ സുഖമില്ലാതെ കിടന്നപ്പോൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെ വിട്ടില്ല. ഏതൊക്കെ തരത്തിലാ ഇത്രയും ജനങ്ങളും ചെറുപ്പക്കാരെ ഒരുമിച്ച് കൂടുമ്പോ അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവരെങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമുക്കതൊരു വിഷയമല്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ഇന്നലെ യാദൃച്ഛികമായി ഞാൻ ആ സ്ഥലത്ത്, പിന്നെ ചങ്ങരംകുളത്തിനടുത്ത് ആ ചെറുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചപ്പോ, ചെറുവല്ലൂർ എന്ന സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഓരോ ജില്ലയിലും തണൽ സഹായവേദി എന്ന രീതിയിൽ ഒരു ആംബുലൻസ് വാങ്ങി എന്റെ പേരിൽ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ എത്ര സഹോദരങ്ങളാണ് ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായിട്ട് വിളിച്ചതെന്നറിയുമോ? ഉസ്താദെ, നമ്മുടെ ജില്ലയുടെ ആംബുലൻസ് വാങ്ങാൻ ഞങ്ങളൊരു 10-15 പേര് തയ്യാറായി കഴിഞ്ഞു. ഉസ്താദ്, ഒരു ദിവസം വന്ന് അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുത്താൽ മതി, ഞങ്ങൾ തയ്യാറാ. വേറൊരു സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരൊറ്റ ദിവസത്തെ പരിപാടിക്ക് ഉസ്താദ് വരിക, ആ സദസ്സ് കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ആംബുലൻസ് ആ സ്ഥലത്തിടാം. വേറൊരു സഹോദരൻ വിളിച്ചു ചോദിച്ചത്, വണ്ടിക്കൂലി പെട്രോളൊക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പൊ ഉസ്താദ് ആംബുലൻസിന് വാതിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ്. ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക്, എല്ലാ ജില്ലയിലും അതുണ്ടെങ്കിൽ തൃശ്ശൂർ വന്നിട്ട് അടുത്ത വാതിന് എറണാകുളത്തേക്ക് മുടങ്ങി അവിടുത്തെ ആംബുലൻസ്, ഹലോ വക്കവി അപ്പുണ്ടോ, അപ്പോഴേ വരും. അങ്ങനെ അതിനകത്ത് കയറി പോകാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സഹോദരന്റെ സംശയം. അതെങ്ങനെ സംശയങ്ങൾ പലതും ഉണ്ടാവും. സംശയങ്ങളുടെ കാര്യം പറയാതിരിക്കലാ വേണം. ഒരു സഹോദരൻ ചോദിച്ചത്, ഈ ടവറിന്റെ മുകളിൽ കയറി സുബഹി നിസ്കാരത്തിന്റെ സമയത്തിന് മുമ്പ് ടവറിന്റെ മുകളിൽ കയറിയപ്പോ ബാങ്ക് വിളിച്ചു, ഇറങ്ങി വന്നാൽ സുബഹിയുടെ സമയം കഴിയും. സുബഹിന്റെ സമയമാണ്. അവന്റെ നിസ്കാരത്തിന്റെ വിധി എന്താ? അവന് നിസ്കാരം നിർബന്ധമില്ല. എന്റെ കാരണം അവന് തലയ്ക്ക് സുഖമില്ല. ഈ തണുപ്പത്ത് ഏതെങ്കിലും ബോധമുള്ളൂ ടവറിന്റെ വണ്ട കയറും? ബുദ്ധിയില്ലാത്തവരല്ലേ കയറുള്ളൂ. അല്ലെങ്കിൽ അവൻ നിന്റെ വണ്ട കയറുന്ന കാര്യം എന്താ? ബുദ്ധിയുള്ളവർക്ക് മാത്രമേ നിസ്കാരം നിർബന്ധമുള്ളൂ എന്നാ. എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ അങ്ങനെയല്ലേ. ഒരു സഹോദരൻ ചോദിച്ചത്, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നാൽ ഒരു ഈർക്കെടുത്ത് നോക്കി കഴിയുമ്പോൾ അൽഹംദുലില്ലാ പറയണമെന്നാ. എന്തൊരു ഗുരുത്തം കണ്ട ചോദ്യം. മറുപടി എന്ത് പറയും പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ബുഖാരി എടുത്ത് നോക്കിയാൽ ഇത് കാണില്ല.
എന്ത് ചെയ്യും? തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, ഈർക്കിൽ മൂക്കി കയറ്റിയിട്ട് തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം. അതിന് മറുപടി എന്താ? വയറ് ലൂസ് മോശം വന്നിട്ട് പോയാൽ കഴുകണം. കഴുകണം. എന്നാൽ ആവണക്കെണ്ണ കുടിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ കഴുകണം. കഴുകണമെങ്കിൽ മറ്റിടത്ത് അൽഹംദുലില്ലാ പറയണം. അതാ വൈദ്യശാല കിട്ടും ഒരു മരുന്ന് വാങ്ങി കുടിച്ചാൽ പിന്നെ 25 അറിയാതെ നമ്മളെ കിടന്നു പോകാം. അതാ തീരും. അപ്പൊ ഇതെങ്ങനെയാണ്? ചില ആൾക്കാരുടെ ചോദ്യം എങ്ങനെയാ പ്രിയമുള്ളവരെ? അതൊരു മുല വെച്ചുള്ള ഇലാൽ എത്ര ഉണ്ടെന്ന് അളക്കാനുള്ള ചോദ്യമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ക്ഷേമങ്ങളുടെയും പരിഹാസങ്ങളുടെയും മുന്നിൽ പോകണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. നോട്ടീസ് കണ്ട് ബോർഡ് കണ്ടിട്ട് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരുന്ന് പരിശുദ്ധ റമദാനിന്റെ വിലപ്പെട്ട രാത്രിയെ മജ്‌ലിസുൽ മദീനയുടെ തിരുമുറ്റത്ത് ചിലവഴിക്കണമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓടിയെത്തിയ എന്റെ ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, മദീനകളെ കണ്ടുകൊണ്ട് നമ്മുടെ ഈമാൻ എന്ന ആയുധത്തിന് മൂർച്ച കൂട്ടാൻ പോവുകയാ. ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, നമ്മുടെ ഹൃദയം അങ്ങോട്ട് വിറയ്ക്കട്ടെ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ ആയത്തുകളെ, അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് തന്നെ പറയാം. ഖുർആൻ ഓതുന്നത് കേട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ വിറയ്ക്കുന്നത് പോലെ. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ അധികരിക്കുന്നതാണ്. അവരുടെ ഈമാൻ അധികരിക്കുന്നതാണ്. നമ്മുടെ ഈമാൻ അധികരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മദനി ഉസ്താദിന് മോചനം കൊടുക്കട്ടെ. ഈ അടുത്തു പോലും കാണാൻ ചെന്നിരുന്ന ഒരു കൂട്ടുകാരൻ പറഞ്ഞത്, മദനി ഉസ്താദിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പോയി. എന്റെ ഉസ്താദൊന്നുമല്ല, നിങ്ങൾ ഉസ്താദെന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഞാൻ ഉസ്താദെന്ന് വിളിക്കുന്നത്. പ്രസംഗം കേട്ട് ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ. പണ്ട് എന്റെ നാട്ടിലൊക്കെ അബ്ദുൽ നാസർ മദനി ഉസ്താദ് വാങ്ങു പറയാൻ വരുമ്പോ എന്റെ ഉമ്മയുടെ മടിയിലിരുന്ന് പള്ളിയുടെ നടയിൽ ഇതുപോലെ ടാർപ്പാളം കെട്ടിയിട്ട് മറത്ത സ്ഥലത്ത് പോയി വന്നു കേട്ടവനാ ഞാൻ. അന്ന് ബക്കറ്റ് കൊണ്ടുവന്ന് അന്ന് മദനി ഉസ്താദ് തൊപ്പിയാണ് കൊടുത്തു വിടുക. ആ പിരിവൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എത്ര യത്തീംഖാനകൾ അങ്ങനെ കെട്ടി. അവര് പോലും ഇന്ന് മദനി ഉസ്താദിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ സഹിക്കാൻ പറ്റൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര കുറ്റം പറഞ്ഞാലും ജയിലിൽ ഇറങ്ങിയാൽ പടവേറുന്നവരെക്കൊണ്ട് ചെല്ലും. ഡേറ്റ് കിട്ടോ ഒക്ടോബറിൽ? തിന്നാ മാത്രം നിന്നാ പോലെ പ്രിയപ്പെട്ടവരെ. സംഘടന നമ്മൾ നോക്കണ്ട, രാഷ്ട്രീയം നമ്മൾ നോക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ആ പ്രിയപ്പെട്ട ഉസ്താദിന് നമ്മൾ ദുആ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. ആ വിഷയത്തിൽ ആർക്ക് എന്നോട് വെറുപ്പുണ്ടായാലും എനിക്കത് യാതൊരുവിധ പ്രശ്നവുമില്ല. അത് ഞാൻ സ്വീകരിക്കുകയാണ്. അള്ളാഹു ആ ഉസ്താദിന് മോചനം കൊടുക്കട്ടെ. ഒരു കണ്ണിന്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ ആലോചിക്കണം. അന്ന് കാണാൻ ചെന്നവരോട് പറഞ്ഞത്, എന്റെ കാഴ്ച പോയാലും, എന്റെ കാല് പോയാലും, എന്റെ ആരോഗ്യം പോയാലും, എന്റെ ശരീരം പോയാലും, എന്റെ ഹൃദയത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന ഈമാനിന്റെ ഒരു കോട്ടവും വരാതെ ഏത് ജയിലറയിലും ഞാൻ കാത്തു സൂക്ഷിക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നമുക്ക് സാധിക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അതില്ല. നമുക്ക് സാധിക്കുമോ? നോട്ടുകെട്ടുകൾ വരുമ്പോ നിസ്കാരം മറക്കുന്ന നമുക്ക് മദീനകളെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? പാവപ്പെട്ടവനല്ലാതെ ദുആ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ദുആ ചെയ്യും ഒരുപാട് പേര് ദുആ ചെയ്യും. പക്ഷേ സമ്പന്നർ അതിൽ കുറവാണ്. പണക്കാര് ദുആ ചെയ്യുന്നത് കാണാൻ വളരെ. പാവപ്പെട്ടവരിങ്ങനെ കരഞ്ഞെറിഞ്ഞ് ദുആ ചെയ്യും. പണക്കാരൊക്കെ അപ്പൊ നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും, ഉറങ്ങട്ടെ ഉസ്താദ്, അവർക്ക് കാശുണ്ടല്ലോ, ദുആ ചെയ്യേണ്ട കാര്യമുണ്ടോ? പാവപ്പെട്ടവരാണെങ്കിലോ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാലും അല്ലാഹുവേ പടച്ചവനെ, എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ മക്കള്, എന്റെ കുടുംബം, എന്റെ ബന്ധുക്കൾ കരഞ്ഞ് ദുആ ചെയ്യും. മറ്റവൻ അള്ള കൊടുത്തത് കൊണ്ട് ഇനി ദുആ ചെയ്യേണ്ട. ഏറ്റവും അധികം ദുആ ചെയ്യേണ്ടത് ആരാ? ഒരുപാട് കൊടുത്തവരാണ്. ഏതെങ്കിലും ഒരു കാര്യം കാണാൻ വേണ്ടി മാത്രം ദുആ ചെയ്താൽ പോരാ. ഞാൻ അബൂദാബിയിൽ പ്രസംഗത്തിന് പോയപ്പോ അവിടുത്തെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്റെ കൂടെ വന്ന ഒരു ഉസ്താദ്, അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ഉസ്താദ് പറഞ്ഞു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ചെറുപ്പക്കാർ. നിർത്താൻ സമയമായി, 2 മണിക്കൂർ ട്രെയിനിൽ പോകാനുള്ള 2:50 അപ്പോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ചെറുപ്പക്കാർ. അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ആ 3 പേരെ കണ്ടു? ഞാൻ പറഞ്ഞു കണ്ടു. അവരെങ്ങനെ ദുആ, വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ ഉസ്താദെ, കാരണം അവർ ചലിക്കുന്നില്ല. ഉസ്താദ് പറഞ്ഞു, അത് 3ഉം ലൈസൻസിന് വേണ്ടിയുള്ള ദുആയാ. ദുബായുടെ ലൈസൻസ് കിട്ടാൻ വലിയ പാടാ. അതുകൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അത് കിട്ടാൻ വേണ്ടി പള്ളിക്കകത്ത് എന്തൊക്കെ സംഭവിച്ചാലും അറിയാത്ത ബോധത്തോടുകൂടി, അല്ലാഹുവിൽ മാത്രം ലയിച്ച ബോധത്തോടുകൂടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ കാര്യം കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഈമാൻ ഉണ്ടാക്കാതെ,
ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഈമാൻ വരട്ടെ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സകല കാര്യങ്ങളും അല്ലാഹുവിൽ അർപ്പിക്കുന്ന വിശ്വാസിയുടെ ഈമാൻ നമുക്ക് കടന്നു വരട്ടെ. അതാണല്ലോ ബദരീങ്ങൾക്കുണ്ടായിരുന്ന ഈമാൻ, അതായിരുന്നല്ലോ. എന്തിനേറെ മുആദ് എന്ന മുഅവ്വിദ് എന്ന രണ്ട് പ്രിയപ്പെട്ട പിഞ്ചുമക്കളല്ലേ അബൂജഹലിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് എന്തുകൊണ്ടാ? അവരുടെ ഈമാനിന്റെ രാജകുമാരനായ ലോകത്തിന്റെ മണിദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി വിളിച്ചുപോലെ അബൂജഹലിനെ എനിക്ക് തന്നെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കള് രണ്ടുപേരും മത്സരിക്കുകയാണ്. അവരോട് പറഞ്ഞതെന്താ? അത് പറയുന്നു ഉമ്മ മുഅവ്വിദ് കൊല്ലുമെന്ന് പറയുന്നു, എനിക്ക് കൊല്ലണം. മുഅവ്വിദ് പറയുന്നു ഉമ്മ മുആദ് കൊല്ലുമെന്ന് പറയുന്നു, എനിക്ക് കൊല്ലണം. ഉമ്മ രണ്ടു മക്കളോട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ കൊന്നാ മതി. എന്റെ ഹബീബിനെ ചവിട്ടി തേച്ചവനല്ലേ, എന്റെ ഈമാനിന്റെ മാണിക്യമുത്തിനെ പരിഹരിച്ചവനല്ലേ. അതാണ് ബദറിന്റെ ഉള്ളറയിലുള്ള രഹസ്യമായ ആയുധം. അല്ലാഹു അത് നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. മൂന്നാമത് ബദരീങ്ങളുടെ ആയുധമേതെന്നറിയുമോ? അൽ യഖീനു ബില്ലാഹ്. അല്ലാഹുവിലുള്ള ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. അല്ലാഹു കൈവിടിയില്ല എന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അത്രത്തോളം അല്ലാഹുവുമായി അടുത്തവരായിരിക്കണം. ആ ഉറപ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അത്രത്തോളം അല്ലാഹുവുമായി അടുത്തവരായിരിക്കണം. എങ്കിലേ നമുക്ക് സാധിക്കൂ. അല്ലാഹു നമ്മളെ കൈവിടില്ല എന്നൊരു ഉറപ്പ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം, അല്ലാഹുമ്മ ഇൻ ദുലിക ഹാദിഹിൽ നിസാബാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സൈന്യത്തിന്, ഈ വിഭാഗത്തിന് നശിപ്പിച്ചു കളഞ്ഞ ഇതിനു ശേഷം പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയുടെ തൊലിക്കുപുറത്ത് ആളില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥന നടത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അവിടെ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോ പേടിയാവുന്ന നബിയേ, അവിടെ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോ ഭയം തോന്നുന്ന നബിയേ. കാരണം അണക്കെട്ട് പൊട്ടുന്ന പോലെ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുമ്പോ അത് പ്രിയപ്പെട്ട സഹാബത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു കളമിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാ, ഇവിടെയാണ് നാളെ അബൂജഹലിന്റെ തല വീഴുന്നത്, ഇവിടെയാണ് നാളെ ഉത്ബത്തിന്റെ തല വീഴുന്നത്. ഈ ഒരു ഉറപ്പ് നമ്മുടെ ഖൽബിലേക്ക് വരണമെന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹു പടച്ചതമ്പുരാനോട് ദുആ ചെയ്യുമ്പോ, അല്ലാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോ രാജാതിരാജനായ പടച്ചതമ്പുരാ ഞങ്ങൾക്കത് തരുമെന്നുള്ള ഉറപ്പോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഫദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബാ. മറുപടി കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ചോദിക്കുക. ആ ഉറപ്പ് അല്ലാഹു ബദരീങ്ങൾക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ശത്രുവിടന്റെ തലയുടെ നേരെ വാളോങ്ങുമ്പോ ആ വാള് ചെന്ന് പതിക്കുന്നതിന് മുമ്പ് ആ ശത്രുവിന്റെ തലയറാ നിലത്ത് കിടന്നുരുളുന്നു. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു ഉറപ്പ് അല്ലാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് ആവശ്യമാണ്. ഒരുപാട് വിശദീകരിക്കാൻ ഈ രാത്രിയിൽ പാവപ്പെട്ടോന് കഴിയില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് നാളെ എന്റെ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ബദറിലെ പ്രോഗ്രാമുകളുള്ളതാ. ബദരീങ്ങളെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കാൻ എന്റെ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പള്ളികൾ തോറും നാളെ കാത്തിരിക്കുമ്പോ അവർക്ക് മുന്നിലേക്ക് വേഗമെത്താൻ വേണ്ടിയിട്ട് മജ്‌ലിസുൽ മദീനയുടെ പിരിമുറ്റത്തിരുന്ന് ബദരീങ്ങളുടെ അവസാനത്തെ ഒരൊറ്റ ആയുധം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളുടെ ആയുധത്തെ കുറിച്ച് പറയുമ്പോ പലരും പറയാൻ മറന്നു പോകുന്ന ഒരു ആയുധമുണ്ട്. അത് ഏതാണെന്നറിയോ? പലരും പറയാൻ മറന്നു പോകുന്ന ഒരു ആയുധമുണ്ട്. അത് ലാ ഹൗലയല്ല
അത് ഹസ്ബുനല്ലാഹല്ല, അത് ഈമാനിന്റെ ഉറപ്പല്ല, അത് ഉറച്ച വിശ്വാസം മാത്രമല്ല. പിന്നെയോ ബദർ യുദ്ധത്തിൽ ബദരീങ്ങൾ വിജയിച്ചതിന്റെ രഹസ്യത്തിന്റെ പിന്നില് ഒരു മനോഹരമായ ആയുധം കൂടി അള്ളാഹുവിടെ കഴിവിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ആയുധമേതാ? പാലിൽ പ്രകാശത്തിൻ പൊന്നോളി വിതറിയ ത്വാഹ റസൂലുള്ളാഹ്, ചന്ദ്രനെ രണ്ടായി വാഹിച്ചു കാട്ടിയ മുത്താം റസൂലുള്ളാഹ്, ഏഴാകാശങ്ങളും കയറിയിറങ്ങിയ നൂറാം നബിയുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രേമമായിരുന്നു പ്രിയപ്പെട്ടവര്. ആ ഒരു ആയുധമാണ് അവരെ ഇതൊക്കെ ചെയ്യാനായി പ്രേരിപ്പിച്ചത്. ആ ഒരു ആയുധമാണ് മജ്‌ലിസിൽ മദീനയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവര് ഈ അനുഗ്രഹീതമായ സലാത്ത് വാർഷികത്തിൽ നിങ്ങൾക്ക് തരാനുള്ളത്. എല്ലാ മാസത്തെയും ഞായറാഴ്ച നടന്നു വരാറുള്ള ഈ അനുഗ്രഹീതമായ കീഴ്ക്കോട്ട് തങ്ങൾപ്പടിയിലെ സലാത്തിൽ വരുന്ന പെണ്ണുട്, സലാത്തിൽ വരുന്ന സഹോദര, ഈ അടുത്ത സമയത്ത് തങ്ങളെ കാണാനായിട്ട് ഞാനിവിടെ വന്നപ്പോ എത്ര ചെറുപ്പക്കാരാണ് തങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമബന്ധത്തിന്റെ പേരില്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തിന്റെ പേരില് സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആ സ്നേഹബന്ധം നിലനിർത്തി കൊടുക്കട്ടെ, അല്ലാഹു അത് വളർത്തി കൊടുക്കട്ടെ. ആ സ്നേഹബന്ധം വളർന്ന് 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 അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നമുക്ക് കിട്ടിയെന്നറിയുന്നത് എപ്പോഴാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയെന്നറിയുന്നത് എപ്പോഴാ? ബദരീങ്ങൾ ബദറിന്റെ മണ്ണിൽ കിടക്കുമ്പോ, ജന്നത്തിൽ വക്കീൽ കിടക്കുമ്പോ അവരുടെ മനസ്സിലല്ല അല്ലാഹുവിന്റെ റസൂലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവര്. ആ ഹബീബ് നമ്മുടെ കൽബിലുണ്ടെന്നറിയുന്നത് എപ്പോഴാ? ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോഴാ. പടച്ചവരെ, മജ്‌ലിസിൽ മദീനയുടെ തിരുമുറ്റത്ത് സ്വലാത്ത് സമ്മാനമായി സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി ഒരുമിച്ച് കൂടിയ ഞങ്ങൾ മദീന കാണാറ്, മദീനയുടെ മണവാളനെ കാണാറ്, ആ റസൂലുള്ളാഹിയുടെ കരമുസാഫഹത്ത് ചെയ്യാറ് മരിപ്പിക്കല്ല അല്ലാഹ്. ആ സമാപന ആയുധം കൂടി സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ചേ പറയാൻ പറ്റിയുള്ളൂ, സമയം ഒരുപാട് വൈകി. എന്നാലും എന്റെ സഹോദരങ്ങളോട് പറയുന്നു, ഇന്ന് നമുക്കൊരു വലിയ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് കൂടിയുള്ള സമയം മാത്രമേ ഇനിയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പിരിയുമ്പോ എല്ലാ വർഷവും റമദാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ വാങ്ങാൻ പോകാറില്ല. പക്ഷേ ഈ സ്ഥലത്ത് വന്ന്, ഈ തങ്ങളുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ രീതികളും അദ്ദേഹം